വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 7 സോഷ്യൽ സയൻസ് SCERTയിലെ ഈ ചാപ്റ്ററാണ്. ചാപ്റ്റർ 2 മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോവാം. കോനേറി വാഴും കുറുകായി പിറന്നേന് തിരുവേങ്കട ശൂനയിൽ മീനായി പിറക്കും വേങ്കടത്ത് ചെമ്പകമായി നിൽക്കും വേങ്കട മലയിമേൽ തമ്പഹമായി കോയിലിൽ വാസലിൽ പടിയായി കിടന്തും. ഇതെഴുതിയ ആരാ? കുലശേഖര ആഴ്വാർ. പെരുമാൾ തിരുമൊഴി എന്ന ഗ്രന്ഥത്തിലാണ് ഈ ഒരു വരികൾ നമുക്ക് കാണാൻ പറ്റുന്നത്. 9-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ രചിച്ച പ്രധാന കൃതി പെരുമാൾ തിരുമൊഴി. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയൊട്ടാകെ വ്യാപിച്ച രണ്ട് പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണ് സൂഫി പ്രസ്ഥാനവും ഭക്തി പ്രസ്ഥാനവും. എന്താണെന്ന് പഠിച്ചാലോ? ഭക്തി പ്രസ്ഥാനം ദൈവത്തിന് ജീവിതം സ്വയം സമർപ്പിക്കുന്നതാണ് ഭക്തി. ദൈവഭക്തിയെ അടിസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളും പൊതുവെ അറിയപ്പെടുന്നതാണ് ഭക്തി പ്രസ്ഥാനം. ഒരു ജനകീയ പ്രസ്ഥാനമായി ഭക്തി ആദ്യം വളർന്നു വന്നത് ദക്ഷിണേന്ത്യയിലാണ്, തമിഴ്നാട്ടിലാണെന്നാണ് പറയുന്നത്. ഭക്തി പ്രസ്ഥാനത്തിന്റെ കാലഘട്ടം CE 7 മുതൽ 12 നൂറ്റാണ്ട് വരെ. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം, ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും, ദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന, പ്രാദേശിക ഭാഷകൾ, പിന്നെ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും, സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം. ഇഷ്ടദൈവത്തോടുള്ള ഭക്തിയും സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്നവർ അറിയപ്പെടുന്ന പേരെന്താണ്? ഭക്തകവികൾ. ഭക്തകവികളിൽ വിഷ്ണു ഭക്തർ അറിയപ്പെട്ടിരുന്നത് ആഴ്വാർമാർ എന്നാണ്. പ്രധാന ആഴ്വാർമാരാണ് കുലശേഖര ആഴ്വാർ, പെരിയ ആഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. ആഴ്വാർമാരുടെ രചനകൾ അറിയപ്പെടുന്നത് 4000 ദിവ്യപ്രബന്ധം. 4000 ദിവ്യപ്രബന്ധം. ഭക്തകവികളിൽ ശിവഭക്തന്മാരറിയപ്പെടുന്നവരാണ് നായനാർമാർ. ഭക്തന്മാർ ആരാണ്? നായനാർമാർ. പ്രധാനപ്പെട്ട നായനാർമാരാണ് കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യ വാസകർ. നായനാർമാരുടെ കൃതികൾ സമാഹരിക്കപ്പെട്ടത് ഏത് പേരിലാണ്? തേവാരം. നായനാർമാരുടെ കൃതികൾ സമാഹരിക്കപ്പെട്ടത് ഏത് പേരിലാണ്? തേവാരം. ആഴ്വാർമാരുടെയും നായനാർമാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി. നായനാർമാരുടെ രചനകൾ അറിയപ്പെടുന്നത് തിരുമുറൈകൾ. എന്താ? തിരുമുറൈകൾ. അടുത്ത പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. 12-ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപം കൊണ്ട ജനകീയ പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചത് ബസവണ്ണ. തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ച് ആദ്യമായി വിശദീകരിച്ചത് ബസവണ്ണ. 12-ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദി അനുഭവ മണ്ഡപം. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾ നേതൃത്വം നൽകിയിരുന്നു അല്ലമപ്രഭു, അക്ക മഹാദേവി. ജാതി, ലിംഗവിവേചനം കൂടാതെ എല്ലാവർക്കും അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾ പങ്കെടുക്കാമായിരുന്നു. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ ഉയർന്നു വന്ന ആശയങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു നൽകിയത് വചനങ്ങൾ എന്ന പേരിലാണ്. ഓക്കെ, വചന സാഹിത്യത്തിന് പ്രചാരം നൽകിയ വ്യക്തി ബസവണ്ണ. ലിംഗവിവേചനത്തിനും ജാതി വിവേചനത്തിനുമെതിരെ ആദ്യമായി രംഗത്ത് വന്ന പ്രസ്ഥാനം വീരശൈവ പ്രസ്ഥാനം. വീരശൈവ ശിവഭക്തരാണ്. ബസവണ്ണ പ്രചരിപ്പിച്ച ആശയങ്ങൾ സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യ നീതി. വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. സ്ത്രീ പുരുഷ സമത്വത്തിന് പ്രാധാന്യം നൽകി. ജാതി വ്യവസ്ഥയെ എതിർത്തു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. അധ്വാനത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചു. ശൈശവ വിവാഹത്തെ എതിർത്തു. പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. ബസവണ്ണയുടെ സന്ദേശങ്ങൾ: ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഈശ്വരാരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. പുനർജന്മമില്ല. ഈ ജന്മം ധന്യമാക്കി ജീവിക്കൂ. ഏതൊരു ജാതിയിൽപ്പെട്ടവനായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. അപ്പോൾ ഓക്കെയാണ്. അടുത്തെന്ന് പറയുന്നത് ഭക്തി പ്രസ്ഥാനം ഉത്തരേന്ത്യയിലും ഉണ്ടായിരുന്നു. ഭക്തി പ്രസ്ഥാനം ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിച്ച പ്രമുഖരായിരുന്നു കബീർ, ഗുരുനാനാക്ക് തുടങ്ങിയവർ. 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ, അതായത് ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൽ പ്രചാരകരായിരുന്നു കബീർ. നമ്മൾ ഹിന്ദിയിലൊക്കെ കബീർദാസ് എന്ന് പറയത്തില്ലേ, അത് തന്നെ കേട്ടോ. അള്ളാ, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകളുണ്ട് അനവധി. പൊന്നുരുക്കി പണിതാം വളകൾ മോതിരങ്ങളും പൊന്നുതാനല്ലയോ, വൈജാത്യങ്ങൾ നാം നിർമ്മിക്കുകയും പദങ്ങളിൽ മാത്രം. കബീർ
കബീർ ദോഹകൾ എന്ന കീർത്തനങ്ങളിലൂടെ ആശയം പ്രചരിപ്പിച്ച കവിയാണ് കബീർ. ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് ഓർമ്മിപ്പിച്ച കവി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ കവി. കബീർ അരൂപിയായ ദൈവത്തിൽ വിശ്വസിക്കുകയും മോക്ഷമാർഗമായി ഭക്തിയെ പ്രചരിപ്പിക്കുകയും ചെയ്തു. കബീറിന്റെ ആശയങ്ങൾ: ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന, തീർത്ഥാടനം, പുണ്യനദീ സ്നാനം എന്നിവ നിരാകരിച്ചു. ജാതി, മതം, വർണ്ണം, കുടുംബമഹിമ, സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളും വിമർശിച്ചു. മതപാരമ്പര്യങ്ങളെയും ബാഹ്യാരാധനക്രമങ്ങളെയും അവഗണിച്ചു. ഹിന്ദുമതവും ഇസ്ലാം മതവും തമ്മിൽ സാഹോദര്യ ബന്ധം വളർത്തി. മാനവിക ഐക്യത്തിന് ഊന്നൽ നൽകി. സിഖ് മതം. സിഖ് മതസ്ഥാപകൻ ഗുരുനാനാക്ക്. ഗുരുനാനാക്കിന്റെ ജന്മസ്ഥലം തൽവണ്ടി, പഞ്ചാബിലെ ഷേഖ്പുര, ഇപ്പോൾ പാകിസ്ഥാനിൽ. ഗുരുനാനാക്ക് ജനിച്ചത് 1469, 15-ാം നൂറ്റാണ്ടിൽ. ഗുരുനാനാക്കിന്റെ പ്രധാന ആശയങ്ങൾ: മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ എതിർത്തു, ഏകദൈവ വിശ്വാസത്തിന് ഊന്നൽ നൽകി, തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെ എതിർത്തു. സാമ്പത്തിക അസമത്വം ചോദ്യം ചെയ്തു. ലഹരി വർജനത്തിന് പ്രേരണ നൽകി. എല്ലാ വിഭാഗങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ലങ്കാർ എന്ന പൊതു അടുക്കളയ്ക്ക് പ്രാധാന്യം വ്യക്തമാക്കി. ലങ്കാർ അടുക്കള കണ്ടോ? സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം ഏതാണ്? ആദി ഗ്രന്ഥം, അതായത് ഗുരു ഗ്രന്ഥ സാഹിബ്. 11ാമത്തെ സിഖ് ഗുരു വിശേഷിപ്പിക്കപ്പെടുന്ന ആദി ഗ്രന്ഥം. ആദി ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം സിഖ് ഗുരുക്കന്മാരുടെ രചനകളെ പറ്റിയിട്ടാണ്. ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യം, ജാതി, ലിംഗ, വംശ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്തകൾ എന്നതായിരുന്നു ആദി ഗ്രന്ഥത്തിന്റെ ആശയങ്ങൾ. ജൈനമതം, ബുദ്ധമതം, ഇസ്ലാം മതം തുടങ്ങിയവയുടെ ആശയങ്ങൾ ആദി ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുനാനാക്കിന്റെ ആശയങ്ങളിൽ നിന്നും പിൽക്കാലത്ത് രൂപം കൊണ്ട മതമാണ് സിഖ് മതം. ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം. ഭക്തി പ്രസ്ഥാനത്തിൽ പ്രധാനിയായ രാജസ്ഥാനിലെ ചിത്തോറിലെ രജപുത്ര രാജകുമാരി ആയിരുന്ന കവയിത്രിയാണ് മീരാഭായി. കൃഷ്ണഭജനുകളാണ് ഇവർ രചിച്ചത്. ഭക്തി പ്രസ്ഥാനത്തിന് വനിതകളും പ്രദേശവും: അക്ക മഹാദേവി കർണാടക, ദഹിനാബായി മഹാരാഷ്ട്ര, സൊഹ്റാബായി മഹാരാഷ്ട്ര, കാരയ്ക്കാൽ അമ്മയാർ കവയിത്രിയായിരുന്നു തമിഴ്നാട്, ആണ്ടാൾ വൈഷ്ണവ കവയിത്രിയായിരുന്നു തമിഴ്നാട്, ലാൽ ദേവ് കാശ്മീർ. ഭക്തി പ്രസ്ഥാനത്തിന്റെ ഫലങ്ങൾ: ജാതി വ്യവസ്ഥയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങളെയും ചോദ്യം ചെയ്തു. സാമൂഹിക അസമത്വം എന്ന ആശയം രൂപപ്പെട്ടു. സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം രൂപപ്പെട്ടു. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചു. സൂഫി പ്രസ്ഥാനം. മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫി പ്രസ്ഥാനം. ഭരണാധികാരിയുടെ സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക പ്രവണതകൾക്ക് എതിരെ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സൂഫി പ്രസ്ഥാനം. സൂഫി പ്രസ്ഥാനം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന നൂറ്റാണ്ട് 12-ാം നൂറ്റാണ്ട്. കമ്പിളി എന്നർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്ന്, ശുദ്ധി എന്നർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നുമാണ് സൂഫിസം എന്ന പദം ഉണ്ടായത്. 12 സൂഫി വിഭാഗങ്ങൾ അറിയപ്പെടുന്ന സിൽസിലകൾ. 12 സൂഫി വിഭാഗങ്ങളാണ് സിൽസിലകൾ. ഇന്ത്യയിൽ എത്തിച്ചേർന്ന സിൽസിലകൾ ആരാണ്? ചിസ്തി, സുഹ്റാവർദി. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തവരാണ് സൂഫികൾ. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തവരാണ് സൂഫികൾ. ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരാണ് സൂഫികൾ. സൂഫി ഗുരു അറിയപ്പെട്ടിരുന്നത് പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നാണ്. സൂഫി അനുയായികൾ അറിയപ്പെടുന്ന മുരീദ്. സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്നു സാമൂഹിക കേന്ദ്രങ്ങൾ, ഖാൻ ഗുഹകൾ. സൂഫി കേന്ദ്രങ്ങളിൽ ആലപിച്ചിരുന്ന ഭക്തി ഗാനങ്ങളാണ് കവ്വാലികൾ. കവ്വാലികൾ ഗാനാലാപന ശൈലിയായിരുന്നു. കവ്വാലിയുടെ ഗാനാലാപന ശൈലി ഏതാണ്? സമ. ദൈവത്തോടടുക്കാനുള്ള മാർഗം ഭക്തി ഗാനാലാപനമാണെന്ന് സൂഫി വര്യന്മാർ കരുതി. സൂഫി തത്വങ്ങളിലെ ആശയങ്ങൾ: ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം. ഭക്താധികാരികളും പൊതുജനങ്ങളും ഒരുപോലെ ബഹുമാനിച്ചിരുന്ന സൂഫി വര്യൻ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. അമീർ ഖുസ്രുവിന്റെ ഗുരു ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. സൂഫി വര്യന്മാരിൽ പ്രസിദ്ധൻ ഖാജ മൊയിനുദ്ദീൻ ചിസ്തി. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു. ഇന്ത്യയിലെ സൂഫി വര്യന്മാരും പ്രദേശങ്ങളും: ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്റവർദി സിൽഹറ്റ്, ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി, ഖാജ മൊയിനുദ്ദീൻ ചിശ്തി അജ്മീർ, ബാബ ഫരീദ് അയോധാൻ, ഷാ ആലം ബുഖാരി ഗുജറാത്ത്,
ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹിയിലെ ഒരു സൂഫി വര്യനായിരുന്നു കേട്ടോ. പിന്നെ ഖാജ മൊയിനുദ്ദീൻ ചിസ്തി അജ്മീറിലെ ഒരു സൂഫി വര്യനായിരുന്നു. ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളും പ്രാദേശിക ഭാഷകളുടെ വളർച്ചയും. ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളിലാണ് ആശയപ്രചാരണം നടത്തിയത്. ഭക്തി സൂഫി പ്രബോധകർ സംസാര ഭാഷയെ ഉപയോഗിച്ചിരുന്നത് ഹിന്ദിയുടെ 2 രൂപങ്ങളായ ബ്രജും അവധിയുമായിരുന്നു. ബ്രജ് എന്ന് പറയുന്നത് വജ്രഭാഷയെന്ന് അറിയപ്പെടുന്നു കേട്ടോ. ഭക്തി സൂഫി പ്രസ്ഥാന കാലഘട്ടത്തിൽ ഭക്തി കാവ്യങ്ങൾ രചിക്കപ്പെട്ട ഭാഷകൾ തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയവ. മധ്യകാലഘട്ടത്തിലെ ഇന്ത്യയിലെ സാംസ്കാരിക സമന്വയത്തിൻ്റെ ഉദാഹരണമായി കണക്കാക്കുന്ന ഭാഷ ഉറുദു. പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഭാഷ ഉറുദു. ഉറുദു ഭാഷയിലെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ അമീർ ഖുസ്രു. കബീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി. മധ്യകാലഘട്ടത്തിൽ മഹാഭാരതം, രാമായണം എന്നീ കൃതികളും വിവർത്തനം ചെയ്യപ്പെട്ടു. പ്രാദേശിക ഭാഷ തമിഴായിരുന്നപ്പോൾ കൃതി 4000 ദിവ്യപ്രബന്ധം, തിരുമുറൈകൾ. 4000 ദിവ്യപ്രബന്ധം ആഴ്വാന്മാരും തിരുമുറൈകൾ നായനാർമാരും രചിക്കപ്പെട്ടു. കന്നഡ, തെലുങ്ക്, ബംഗാളി, ഹിന്ദി, മലയാളം ഭാഷകളിലും രചനകൾ രചിക്കപ്പെട്ടു. മലയാളത്തിൽ ജ്ഞാനപ്പാന, അധ്യാത്മരാമായണം, മുഹുദ്ദീൻ മാല, ജ്ഞാനപ്പാന പൂന്താനം, അധ്യാത്മരാമായണം തുഞ്ചത്ത് എഴുത്തച്ഛൻ, മുഹുദ്ദീൻ മാല കാസി മുഹമ്മദ്. ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായുണ്ടായ മാറ്റങ്ങൾ. മതസഹിഷ്ണുത, ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം, അനാചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം, സാമൂഹിക സമത്വം, സ്ത്രീ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത, പ്രാദേശിക ഭാഷകളുടെ വളർച്ച, ഏകദൈവ വിശ്വാസം, ഹിന്ദു മുസ്ലിം ഐക്യം, സാഹോദര്യവും മനുഷ്യസ്നേഹവും, വ്യത്യസ്ത മതങ്ങളിലെ ആശയങ്ങൾ സാധാരണക്കാരിൽ ചേരുക എന്നിവയായിരുന്നു. ആധുനിക ഇന്ത്യൻ സമൂഹത്തിലെ മുഖമുദ്രകളായ സാമൂഹിക സൗഹാർദ്ദം, സാഹോദര്യം, നാനാത്വത്തിൽ ഏകത്വം, തുല്യത, ബഹുസ്വരത തുടങ്ങിയവ ഭക്തി സൂഫി ആശയങ്ങളുടെ പ്രേരണയിൽ രൂപം കൊണ്ടവയാണ്. ഭക്തി സൂഫി പ്രചാരകർ കാലഘട്ടവും നോക്കാം. കുലശേഖരാഴ്വാർ 9-ാം നൂറ്റാണ്ട് കേരളം. അപ്പർ സമ്പർദർ 7-ാം നൂറ്റാണ്ട് തമിഴ്നാട്. രാമാനുജാര്യ 12-ാം നൂറ്റാണ്ട് തമിഴ്നാട്. പെരിയാഴ്വാർ, നന്മാഴ്വാർ, ആണ്ടാൾ 9-ാം നൂറ്റാണ്ട്. പിന്നീട് കുറേ ബെസവണ്ണയൊക്കെ എവിടെയാണ്? കർണാടകയ്ക്കാണ്. അതുപോലെ തന്നെ തൂക്കാറ മഹാരാഷ്ട്ര, ഏകനാഥ് മഹാരാഷ്ട്ര, ചൊക്കമലൈ മഹാരാഷ്ട്ര, ദാദുദയാൽ ഗുജറാത്ത്, മീരാഭായി രാജസ്ഥാൻ, ഖാജ മൊയിനുദ്ദീൻ ചിസ്തി രാജസ്ഥാൻ, സൂർദാസ് ഹരിയാന, ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഹരിയാന, ഗുരുനാനാക്ക് പഞ്ചാബ്, ലാൽദേവ് ജമ്മു ആൻഡ് കാശ്മീർ, രാമാനന്ദ ഉത്തർപ്രദേശ്, തുളസീദാസ് ഉത്തർപ്രദേശ്, വല്ലഭാചാര്യ റായ്ദാസ് ഉത്തർപ്രദേശ്, ഷെയ്ഖ് സിഹാബുദ്ദീൻ സുഹ്റവർദി അസം, ശങ്കർ ദേവ അസം, ചൈതന്യ മഹാപ്രഭു പശ്ചിമ ബംഗാൾ. ഇത്ര സ്ഥലങ്ങളിലാണ് ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ പ്രചാരം പ്രാപിച്ചത്. ഓക്കെ, താങ്ക് യു.